ഇത്തവണ നാട്ടിലെ വെക്കേഷന് പോയപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് നല്ല മഴകൾ കിട്ടി. മിക്ക യാത്രയിലും ഒരുപാട് നല്ല മഴകളുണ്ടായിരുന്നു. അതുപോലെ ആ ഒരു മഴയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് മഴയത്ത് വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പ്രത്യേകിച്ച് അതുമല്ല, പിന്നെ കേരളത്തിൻ്റെ എവിടെ നോക്കിയാലും ഭയങ്കര പച്ചപ്പും ഹരിതാവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതും കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളൊരു യാത്ര പോവുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ കൂടിയാണ്. നമ്മുടെ തിരുവല്ലയിൽ നിന്നും കുറച്ച് ദൂരം പോയി ഒരു സ്ഥലം കാണാനായിട്ട് പോവുകയാണ്. കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. പണ്ട് എപ്പോഴോ ഞാൻ പോയിട്ടുള്ള ഒരു സ്ഥലമാണ്, പക്ഷേ എപ്പോഴാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിവേ, അങ്ങോട്ടുള്ള ഒരു യാത്രയിലാണ്. കേരളത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ അങ്ങനെ പോവുകയാണ്. പല സ്ഥലങ്ങളിലും റോഡിൻ്റെ നിലവാരമൊക്കെ നന്നായിട്ട് കൂടിയത് കൊണ്ട് തന്നെ യാത്രയൊക്കെ വളരെ സുഗമമായിട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ ഏകദേശം അടുത്തെത്തി. ഇതാണ് കോന്നി എക്കോ ടൂറിസം. അങ്ങനെ നമ്മൾ കോന്നിയിലേക്കാണ്. കോന്നി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മഴ തോർന്നതേ ഉള്ളെന്തോ, അതുകൊണ്ട് വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട് പല സ്ഥലങ്ങളിലുമൊക്കെ ആയിട്ട്. അത് നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. ഞാൻ ആദ്യമേ പാർക്ക് ചെയ്യാൻ വന്നപ്പോൾ ചെറിയ കൺഫ്യൂഷനായിപ്പോയി. ഫ്രണ്ട് എടുത്ത് ഇടണമെന്നാണ് ഓർത്തത്. അപ്പോൾ ഫ്രണ്ട് എടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു മൂഡ് തോന്നിയില്ല. പിന്നെ വണ്ടിയുടെ ബാക്ക് കയറ്റിയിട്ടു. അതാണ് ഈ കാണുന്നത്. ഇനിവേ മഴയൊക്കെ തോർന്ന് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ അധികം തിരക്കും ഒന്നും കാണുന്നില്ല. ആകെ 3-4 വണ്ടികളെ ഇവിടെ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് കോന്നി എലഫൻറ്റ് റെസ്ക്യൂ സെൻറ്ററിലാണ്. 4 എലഫൻറ്റ് ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിവേ, എലഫൻറ്റ് റെസ്ക്യൂ സെൻറ്ററിൻ്റെ വീഡിയോസാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആനയോ? ഇതാണ് ആനക്കൂട്. എൻ്റെ ഇവിടെ എല്ലാം എഴുതി വെച്ചാൽ വായിച്ചിട്ട് പോകും. ഇതാണ് നമ്മുടെ കോന്നിയിലെ ആനക്കൂട്. അപ്പം ഈ എലഫൻറ്റ് റെസ്ക്യൂ സെൻറ്ററിൽ എലഫൻറ്റ് മാത്രമല്ല, ഒരു ആർട്ട് ഗാലറി ഉണ്ട്, പിന്നെ ഒരു എലഫൻറ്റ് മ്യൂസിയം ഉണ്ട്, പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വഴിയെ നമുക്ക് കാണാം. 1 by 1 ആയിട്ട് നമുക്ക് കാണാം. ഭയങ്കര ഹൈറ്റിൽ ഒരു ഊഞ്ഞാല് കെട്ടിത്തൂക്കിയിട്ടേക്കണമുണ്ടോ. ആടാനായിട്ടാണ്. മഴയൊക്കെ പെയ്തുകൊണ്ട് ആരും ആടുന്നൊന്നുമില്ല. അശോക വനം. ഓരോ മരത്തിൻ്റെ പേര് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. കുണ്ടളപ്പാല. ഇവിടം വരേക്കുള്ളൂ. ഓരോ വെക്കേഷന് വരുമ്പോഴും വളരെ വ്യത്യസ്തമായ കാഴ്ചകളും യാത്രകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചും പ്ലാൻ ചെയ്തുമൊക്കെയാണ് നമ്മൾ വരാറുള്ളത്. പക്ഷേ ഇത്തവണത്തെ വെക്കേഷന് കൂടുതലും ആനകളെയാണ് കാണാൻ പറ്റുന്നത്. എന്താണെന്നറിയില്ല. ഇത് ശരിക്കും പ്ലാൻ ചെയ്ത് വരുന്നൊന്നുമല്ല. വളരെ അവിചാരിതമായിട്ട് സംഭവിക്കുന്ന ചില സംഭവ വികാസങ്ങളാണിതൊക്കെ. കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് മറ്റേ ഗുരുവായൂർ ആനക്കൂട് കണ്ടു. ഇതിപ്പോൾ അടുത്തത് കോന്നി എലഫൻറ്റ് റെസ്ക്യൂ സെൻറ്റർ. അങ്ങനെ ഇതൊക്കെ വളരെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന ചില യാത്രകളാണ്. എനിവേ, ഇതിൻ്റെയൊക്കെ കളികളൊക്കെ കണ്ട് നിൽക്കാനായിട്ട് ഭയങ്കര രസമാണ്. 3-4 ആനകളേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പ്രായം കുറവുള്ള ആനകളാണ് ഇവിടെ ഉള്ളത്.
ഓരോ ആനയുടെ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ പേരും അതിൻ്റെ വയസ്സും പിന്നെ എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ പേരാണ് ഈവ. വയസ്സ് 23 വയസ്സുള്ള കുഞ്ഞനൊരാനയാണിത്. നമ്മളീ പോകുന്ന വഴികളിലൊക്കെ ഓരോ കാര്യങ്ങളും ഓരോ ഡീറ്റെയിൽസ് ഇൻഫർമേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വായിച്ച് കണ്ടും നമുക്ക് ഓരോ അറിവുകൾ കിട്ടും. അതൊക്കെ വായിച്ചും കണ്ടുമൊക്കെ പോവുക. പിന്നെ പിള്ളേരെ കുട്ടികളായിട്ടും മുതിർന്നവർക്കുമൊക്കെ വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. ഇതാണ് ഞാൻ പറഞ്ഞ എലഫൻ്റ് ആർട്ട് ഗാലറി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എലഫൻ്റ് ആർട്ട് ഗാലറിയുടെ വിശേഷങ്ങൾ കാണാം. ഇതിനകത്ത് എലഫൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ മൂവിയുടെ പിക്ചേഴ്സ് ഡീറ്റെയിൽസ് പുറത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എലഫൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആർട്ട് വർക്കുകളാണ്. ഇതൊക്കെ നല്ല രസമുള്ള ആർട്ട് വർക്കുകളാണ്. വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വളരെ ഭംഗിയോട് കൂടിയിട്ട് വളരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന നല്ലൊരു ആർട്ട് ഗാലറിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ബുക്സ്, എലഫൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകളും അത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓടോടോടോട് മഴ ഓടറാ. നല്ല സൂപ്പർ മഴ തുടങ്ങി. നമ്മളിത് ഇവിടെ എലഫൻ്റ് ആർട്ട് ഗാലറിയിൽ കയറിയിരിക്കുകയാണ്. അടിപൊളി മഴയാണ്. അങ്ങനെ മഴയ്ക്കൊരു ചെറിയൊരു ശമനം വന്നിട്ടുണ്ട്. പുറത്തെന്തോ പരിപാടിയായിട്ട് അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് എന്തോ സോങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു വണ്ടിയുടെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. നല്ല മഴ പെയ്തപ്പോൾ അവിടെ കറണ്ട് പോയി. അപ്പം ഇവിടെ ഒരു എലഫൻറ്റ് മ്യൂസിയം ഉണ്ട്. അപ്പം മ്യൂസിയത്തിനകത്ത് കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ, നന്നായിട്ട് കാണണമെങ്കിൽ കറണ്ട് വേണം. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം അതിൻ്റെ അകമൊന്ന് കാണാനായിട്ട്. കറണ്ട് വന്നാൽ ഉടനെ അതിനകത്ത് കയറുന്നതായിരിക്കും. ഇങ്ങനെ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് കറണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇതിനകത്തൊന്ന് കയറാനായിട്ട്. അങ്ങനെ കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷം കറണ്ട് വന്നു. അങ്ങനെ കറണ്ട് വന്നതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറി. ഒരുപാട് കാര്യങ്ങൾ, വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേയിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് കറണ്ടൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത്ര ഭംഗിയോടെ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി.
ചേച്ചി, എൻ്റെ ഒരു കുട അവിടെ ഇരിപ്പുണ്ടേ. ഇവിടെ വെള്ളം വീണിട്ടല്ലോ എന്ന് ഓർത്താ. അവിടെ വെച്ചത്. അമ്പ് ഫുൾ ഒരു സ്കെലിറ്റൻ. അടിപൊളി. ആനയുടെ താഴത്തെ ജോയ്, പിന്നെ ഹെഡിൻ്റെ പാർട്ട്, അപ്പർ പാർട്ട്. ശരിക്കും കുട്ടികളുമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ് കേട്ടോ. ഇവനാണ് കാലിൽ ലോക്കിടുന്ന സാധനം തോന്നുന്നത്. ഇതെവിടെ നിന്നാണ്? കൊമ്പ് ചുറ്റ്. ഇത് പാപ്പാന്മാരൊക്കെ ഓരോന്ന് ഉപയോഗിക്കുന്ന ഓരോ ഐറ്റംസുകളാണ്. ചിലത് കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. ഭയങ്കര മുള്ളൊക്കെ ആയിട്ടാണ് ഓരോ സാധനങ്ങൾ ഇരിക്കുന്നത്. മുള്ളടയോ അങ്കുശം. ഓരോന്നിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആനപിടുത്തം, വാരിക്കുഴി രീതി. അതിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ആനയെ എങ്ങനെ പിടിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡിസ്പ്ലേ. നമ്മൾ അപ്പുറത്ത് നിന്നപ്പോൾ കേട്ട സൗണ്ടിൻ്റെ ഒരു സംഭവമാണിത്. ഓരോ മൃഗങ്ങളുടെയും പിക്ചറുണ്ട്. ആ പിക്ചറിലേക്ക് നമ്മൾ നമ്മുടെ ബട്ടൺ മാറ്റി വെച്ചാൽ ആ ഒരു പിക്ചറിനകത്ത് കാണിക്കുന്ന ആനിമൽസിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഒരു നല്ലൊരു സംഭവമാണ്. പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ അടിപൊളി സംഭവം. ആനിമൽസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ട് തോന്നി. പിള്ളേർക്കും ഒരുപാട് പിള്ളേർ അതേ പിടിച്ച് കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതെന്തായാലും പിള്ളേർക്ക് വളരെ ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണ്. ഇതാണ് കൂപ്പുതടി മുറിക്കൽ. കാട്ടിൽ നിന്നും തടി മുറിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിരിക്കുന്ന ചെറിയൊരു മിനിയേച്ചർ സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ കോന്നി എലഫൻറ്റ് റെസ്ക്യൂ സെൻറ്ററിൻ്റെ വിശേഷങ്ങൾ. ഇതുപോലെ മനോഹരമായ മറ്റുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. ടിൽ ദെൻ, ബൈ ബൈ.